ദഹനം മെച്ചപ്പെടുത്താനും ശരീരത്തെ തണുപ്പിച്ച് വയറ് കുറയ്ക്കാനും ഒപ്പം ഷുഗർ ലെവൽ നോർമലാക്കാനും ഈ ഒരൊറ്റ പ്രോബയോട്ടിക് ഡ്രിങ്ക് മതി. റാഗി അമ്പിലി ഫൈബർ റിച്ച് ആയതിനാൽ വിശപ്പ് കുറയ്ക്കാനും അമിതഭാരം നിയന്ത്രിക്കാനും സഹായിക്കുന്നു. ഞാൻ സ്പൗട്ടഡ് റാഗി പൗഡറാണ് എടുത്തിരിക്കുന്നത്. ഇത് സാധാരണ റാഗിയേക്കാൾ പോഷക സമ്പുഷ്ടമാണ്. ഇതിൽ കാൽഷ്യവും അയണും കൂടുതലാണ്. പ്രമേഹം നിയന്ത്രിക്കുന്നത് ഇതിലെ ലോ ഗ്ലൈസെമിക് ഇൻഡെക്സ് ആണ്. ഇത് രക്തത്തിലെ പഞ്ചസാരയിലെ അളവിനെ നിയന്ത്രിക്കാൻ സഹായിക്കുന്നു. ഞാൻ 3 സ്പൂണ് റാഗി പൗഡറാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. നമ്മുടെ വയറിൻ്റെ ആരോഗ്യത്തിന് ആവശ്യമായ നല്ല ബാക്ടീരിയയെ അല്ലെങ്കിൽ പ്രോബയോട്ടിക്സിനെ 10 മിനിറ്റിൽ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. ഞാൻ 3 സ്പൂണ് പൗഡർ ഇവിടെ എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾക്ക് 1/2 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ച് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കട്ടകളൊന്നും ഇല്ലാണ്ട് മിക്സ് ചെയ്ത്. ഇനി നിങ്ങളുടെ കയ്യിൽ റാഗി പൗഡർ ഇല്ല, സാധാരണ നമ്മുടെ റാഗി ആണെങ്കിലും ഒരു 10-15 മിനിറ്റ് ഒന്ന് വെള്ളത്തിൽ കുതിർത്തിട്ട് നന്നായിട്ട് അരച്ചിട്ട് ഒന്ന് അരിച്ചെടുത്തിട്ട് ഇതുപോലെ നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. ഞാൻ ഇതുപോലെ നന്നായിട്ട് നമ്മുടെ കട്ടകളൊന്നും ഇല്ലാണ്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാനിലേക്ക് ഒരു 1.5 കപ്പ് വെള്ളം ഒഴിച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കാം. വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന റാഗിയുടെ പൊടി ചേർത്ത് കൊടുക്കാം. അടിയിൽ പിടിക്കാണ്ട് ഒന്ന് ഇളക്കി കൊടുത്ത് നന്നായിട്ട് കുറുക്കിയെടുക്കുക. ഇതുപോലെ ബബിൾസ് വന്നിട്ടുണ്ട്. നമ്മളെ റാഗി ഏകദേശം ഇതുപോലെ കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു അളവ് മതി. നമ്മൾക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കാനായിട്ട് ഞാൻ ഒരു പിടി ചെറിയ ഉള്ളിയും 2 പച്ചമുളകും കുറച്ച് മല്ലിയിലയും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾക്ക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. ഒരു മൺചട്ടിയിലേക്ക് ഞാൻ 1 കപ്പ് ലോ ഫാറ്റ് കേർഡാണ് ചേർക്കുന്നത്. നമ്മൾ വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർ എപ്പോഴും ലോ ഫാറ്റ് കേർഡ് എടുക്കുക. വെണ്ണയൊക്കെ നീക്കം ചെയ്ത തൈര് വേണം നമ്മൾ എടുക്കാൻ. ഇനി ഇതിലെ കട്ടയൊക്കെ ഇതുപോലെ നന്നായിട്ട് ഉടച്ചെടുക്കുക. ഇല്ലെങ്കിൽ നമ്മളിത് കുടിക്കുമ്പോൾ അതൊരു ഇഷ്ടക്കേടാവും, ആ കട്ട എങ്ങനെ വരുന്നത്. അതുകൊണ്ട് അതൊക്കെ ഒന്ന് കളയാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇല്ലെങ്കിൽ മിക്സിക്കകത്തിട്ട് ഒന്ന് അടിച്ചെടുത്താലും മതി. ഇതിൻ്റെ കട്ടയൊക്കെ നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട്. നമ്മൾ കുറുക്കി വെച്ച റാഗി ഇതുപോലെ ഇത്ര തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് ഞാൻ 1 കപ്പാണ് ഇപ്പം ഉപയോഗത്തിന് വേണ്ടി എടുക്കുന്നത്. തൈരിലേക്ക് ഇതുപോലെ ഒരു അരിപ്പ വെച്ച് കൊടുത്തിട്ട് ഞാൻ 1 കപ്പ് റാഗിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ആ കട്ടകളൊക്കെ ഒന്ന് മാറ്റിയെടുക്കാനാണ് നമ്മളിതാ ഇതുപോലെ ഒന്ന് അരിച്ചു കൊടുക്കുന്നത്. ഇത്രയുമാണ് നമ്മൾക്ക് വേസ്റ്റ് ആക്കി കിട്ടിയിരിക്കുന്നത്. ഇനി നമ്മൾക്ക് ഈ തൈരും നമ്മളുടെ റാഗി കുറുക്കിയതും എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. റാഗിയിൽ കാർബോഹൈഡ്രേറ്റ്സ് അടങ്ങിയിരിക്കുന്നതിൽ ഇത് അമിതമായി കഴിക്കരുത്. 1 ഗ്ലാസ് അല്ലെങ്കിൽ 1.5 ഗ്ലാസ് ഒരു നേരത്തെ ഭക്ഷണത്തിന് പകരമായി കഴിക്കാവുന്നതാണ്. റാഗിയും നമ്മളുടെ തൈരും ഒക്കെ നന്നായിട്ട് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി 1/2 സ്പൂണ് നമ്മളുടെ ചെറിയ ജീരകം വറുത്ത് പൊടിച്ചതാണ് ചേർക്കുന്നത്. ദഹനത്തിനൊക്കെ ഏറ്റവും നല്ലതാണ് ചെറിയ ജീരകം. ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയും പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 1 കപ്പ് വെള്ളമാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് ലൂസായിട്ടാണ് കുടിക്കാൻ താല്പര്യമെങ്കിൽ കുറച്ചധികം വെള്ളം ചേർക്കാവുന്നതാണ്. ഞാൻ 1 കപ്പ് വെള്ളമാണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. ആ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാനിത് തയ്യാറാക്കുന്നത്. കുറച്ചുകൂടെ തിക്കായിട്ടാണ് ഇത് കുടിക്കുന്നതെങ്കിൽ ഇത്രയും വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇതിന് പകുതി വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയാകും. നന്നായിട്ട് നമ്മുടെ വെള്ളവും പച്ചമുളകും ചെറിയ ഉള്ളിയും ജീരകവും ഉപ്പൊക്കെ മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയിലയാണ് ചേർത്ത് കൊടുക്കുന്നത്. ദഹനത്തിനൊക്കെ വളരെ നല്ലതാണ് മല്ലിയില. കാൽഷ്യവും ഫൈബറും ധാരാളമുള്ള റാഗിയും പ്രോബയോട്ടിക്സ് നിറഞ്ഞ മോരും കൂടെ ചേരുമ്പോൾ ഇതൊരു കംപ്ലീറ്റ്ലി ഹെൽത്തി ഡ്രിങ്കായി മാറുന്നു. നമ്മളുടെ ഈ ചൂടത്തൊക്കെ ഇതുപോലെ ഒരൊറ്റ ഗ്ലാസ് കുടിച്ചാൽ മതി. നമ്മളുടെ വയറും നിറയും മനസ്സും നിറയും. ഇനി ഞാൻ ഒരു രീതിയും കൂടെ പറയുന്നുണ്ട്. അത് നമ്മൾക്ക് കുറച്ചുകൂടെ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളതാണ്. അങ്ങനെ റാഗി നമ്മൾക്ക് ഉണ്ടാക്കി കുടിക്കുകയാണെങ്കിൽ ഇന്ന് നമ്മൾക്ക് ഒരു ഗ്ലാസ്സിലേക്ക് മാറ്റാം.
കുറച്ച് നേരം നമ്മളിങ്ങനെ മൺകലത്തിലൊക്കെ വെക്കുകയാണെങ്കിൽ നന്നായിട്ട് തണുത്ത് കിട്ടും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഷുഗർ കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർ ഇതിൽ ശർക്കരയോ പഞ്ചസാരയോ ചേർക്കരുത്. ഇതുപോലെ ഉപ്പിട്ട് തന്നെ തയ്യാറാക്കി എടുക്കുക. വയറിൻ്റെ ആരോഗ്യത്തിന് ഒരു പെർഫെക്റ്റ് പ്രോബയോട്ടിക് ഡ്രിങ്കാണിത്. ദഹനം മെച്ചപ്പെടുത്താനും പെട്ടെന്ന് എനർജി കിട്ടാനും ഒക്കെ ഇത് കുടിക്കാവുന്നതാണ്. ഒരു കലം അങ്ങനെ തീർന്നിട്ടുണ്ട്. ബാക്കി റാഗി 1 കപ്പ് ഞാൻ ഈ കലത്തിലേക്ക് അങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നല്ല തണുത്ത വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുക. ഇത് ഒരു 8 മണിക്കൂർ ഒന്ന് പുളിപ്പിച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ ആദ്യം ചെയ്തതുപോലെ നമ്മളുടെ പച്ചമുളകും ചെറിയ ഉള്ളിയും മല്ലിയിലയൊക്കെ ഇട്ട് ഇതുപോലെ തയ്യാറാക്കുക. ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ എക്സ്ട്രാ ബെനിഫിറ്റ് ആയിരിക്കും നമ്മളുടെ വയറ്റിന്. രാവിലെയോ ഉച്ചയ്ക്കോ കുടിക്കാനാണെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി വൈകിട്ട് നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചാൽ മതി. ഇങ്ങനെ ഫെർമെൻറ്റ് ചെയ്ത് കുടിക്കുന്നതാണ് നമ്മളുടെ ശരീരത്തിന് ഏറ്റവും നല്ലത് കേട്ടോ. കണ്ടിഷ്ടമായെങ്കിൽ ട്രൈ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ഫിംഗർ ഫാമിലി.